ആകാശവാണി. വിപരീത രാജയോഗം. നാടകം. രചന വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകുന്നവർ: തിരുമല രാമചന്ദ്രൻ, ഉഷ കരുനാഗപ്പള്ളി, തെങ്ങുംകോട് മോഹനൻ, ജയപ്രിയ ഉണ്ണികൃഷ്ണൻ, ബേബൻ കൈമാപ്പറമ്പൻ, അമ്പൂരി ജയൻ, സജികുമാർ വെങ്ങാനൂർ, സെവിൽ ജിഹാൻ, അനന്തു എസ്, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം റൂബി ബാബു. വിപരീത രാജയോഗം. ഹലോ, എന്താ ഷാജി സാറെ രാവിലെ വിളിച്ചത്? ആ, കഴിഞ്ഞ ആഴ്ച സാറ് ഓഫീസിൽ വെച്ച് പറഞ്ഞ കമ്പനിയിലാണോ? ആ, ഒത്തിരി സന്തോഷം സാറേ. താങ്ക്സ് സാർ, താങ്ക്സ്. ഇല്ല, ഹരിയേട്ടൻ എഴുന്നേറ്റിട്ടില്ല. ശരി, തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യിക്കാം സാർ. ഓക്കെ സാർ. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഇതെന്തൊരു ഉറക്കവാ? സർവീസിലിരുന്ന കാലത്ത് വെളുപ്പിന് ചാടി എഴുന്നേൽക്കുന്ന ആളാ ഹരിയേട്ടാ. എഴുന്നേൽക്കുന്ന നീ പറയാൻ വന്നത് പറഞ്ഞിട്ട് പോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉറങ്ങട്ടെ. അങ്ങനെ അങ്ങ് ഉറങ്ങണ്ട. എൻ്റെ ഓഫീസിലെ ഷാജി സാർ വിളിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറ്റുന്ന കാര്യം ഞാൻ ഷാജി സാറിനോട് പറഞ്ഞിരുന്നു. നിനക്ക് വേറെ ഒരു ജോലിയില്ലല്ലേ? എനിക്ക് ജോലിയുണ്ട്. 2 വർഷം കഴിയുമ്പോൾ ഞാനും പെൻഷനാകും. രണ്ടുപേരുടെയും പെൻഷൻ കാശ് പോരായോ നമുക്ക് ജീവിക്കാൻ? അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ അളിയൻ പെൻഷനായതിനു ശേഷം വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നതോ? വിമലേ, ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. ഗസറ്റഡ് ഓഫീസറായി പെൻഷനായവനാ ഞാൻ. പേരും പെരുമയുള്ള മുത്തയ്യത്ത് തറവാട്ടിലാണ് ജനിച്ചത്. ഇനിയും ഞാൻ വേറെ ജോലിക്ക് പോയാൽ നാട്ടുകാരെ ആക്ഷേപിക്കും. അസൂയക്കാരെ ആക്ഷേപിച്ചോട്ടെ. മാസാമാസം സാമാന്യം ഭേദപ്പെട്ട ഒരു തുക ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയാൽ കഴിക്കുമോ? അതും കൂടാതെ ഹരിയേട്ടൻ്റെ വിരമിക്കൽ ചടങ്ങ് നടന്ന ദിവസം നിങ്ങളുടെ ജില്ലാ ഓഫീസർ പ്രസംഗിച്ചത് ശ്രദ്ധിച്ചായിരുന്നോ? ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരുന്നാലേ ശരീരവും മനസ്സും മുരടിച്ചു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിരിക്കട്ടെ, ഇപ്പൊ ഏത് ജോലിക്കാ നീ എന്നെ തള്ളി അയക്കാൻ പോകുന്നത്? ചേട്ടൻ ഗസറ്റഡ് ഓഫീസറായി പെൻഷനായ ആളാണെന്നും മുത്തയ്യത്ത് തറവാട്ടിലെ ആണെന്നും ഷാജി സാറിനറിയാം. അപ്പോൾ വലിയ റിസ്ക് ഉള്ള പണിക്ക് ഷാജി സാർ ചേട്ടന് വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ വെട്ടിത്തുറന്നങ്ങ് പറയാം, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവും. എത്രയോ വലിയ സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥർ പെൻഷനായ ശേഷം എന്തെല്ലാം പണി ചെയ്യുന്നു. അതൊക്കെ എല്ലാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. പറ്റൂന്ന്. ആദ്യം ഈ അലസത അങ്ങ് മാറ്റ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിയൂൺ സദാനന്ദൻ ജോലിക്കും വരും, നാടക സമിതിയിൽ അഭിനയിക്കാനും പോകും. അതൊക്കെ പലരും പോകും. ഞാനും പത്തനംതിട്ട ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ശിവശങ്കരൻ ഉണ്ടായിരുന്നു. അയാൾ നാടക സമിതിയിൽ പോകുമായിരുന്നു. ഇപ്പോൾ സീരിയലിലും ഉണ്ട്. പക്ഷേ സീരിയലിൽ അഭിനയിക്കാൻ ഏതെങ്കിലും വേഷം കിട്ടിയാൽ ഞാനങ്ങ് പോയേനെ. അതിന് നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാവോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവനാ. എന്താ നീ അങ്ങ് ചിരിച്ചു തള്ളുന്നു? ചേട്ടൻ സ്കൂളിൽ അഭിനയിച്ച ആ നാടകം കണ്ടവളാ ഞാൻ. പോസ്റ്റ്മാന്റെ വേഷത്തിൽ വന്ന് കത്ത് കൊടുത്തിട്ട് പോയതല്ലേ. പിന്നെ പോസ്റ്റ്മാൻ എന്ത് വേണം? കത്ത് കൊടുത്തിട്ട് പൊട്ടിക്കരയണം? കഥാപാത്രത്തിന് സംഭാഷണം ഇല്ലാത്തതേ എൻ്റെ കുറ്റാണോ? ഇവിടെ കത്തുമായിട്ട് പോസ്റ്റ്മാൻ വരത്തില്ലയോ? മേപ്പടിയാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യം പറയും. രാഷ്ട്രീയം പറയും, നാട്ടിലെ കാര്യങ്ങൾ പറയും. ഒന്നും പറയാനില്ലെങ്കിലേ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ ചേട്ടൻ അന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ മനോധർമ്മം അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അഭിനയിക്കണമായിരുന്നു. അത് അഭിനയവാസനയുള്ളവരെ കൊണ്ടേ നടക്കൂ. നീയേ ഈ പ്രസംഗം മതിയാക്കി ഓഫീസിൽ പോകാൻ നോക്കും. ഇന്ന് അവധി ദിവസമോ മനുഷ്യ? പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ക്ലർക്കായി കയറാനുള്ള ഏർപ്പാട് ഷാജി സാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ചേട്ടൻ പോയി ജോയിൻ ചെയ്യണം. ക്ലർക്കായിട്ടോ? അല്ല, ജനറൽ മാനേജറായിട്ട്. നിങ്ങൾ ആദ്യം ജോലിക്ക് കയറിയത് ഏത് പോസ്റ്റിലാ? ക്ലർക്കായിട്ടല്ലയോ? അല്ല, എവിടാ ഈ കമ്പനി? ചേട്ടൻ രാവിലെ 7 മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. 7 മണിക്കോ? പറയട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് കൊണ്ടു വെക്കണം. ട്രെയിനിൽ കയറി തിരുവല്ലായിൽ ഇറങ്ങണം. അവിടുന്ന് എപ്പോഴും പ്രൈവറ്റ് ബസ്സുണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്തു കമ്പനി മുക്കിൽ ഇറങ്ങിയാൽ മതിന്നേ. എന്ത് കമ്പനിയാ?
എന്താ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത് എന്തെങ്കിലും ആകട്ടെ, പാലായാലും വിഷമായാലും അതൊന്നും ക്ലർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. മാസാമാസം ശമ്പളം കൃത്യമായി കിട്ടും. ആഹാ സുമേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. മോളെ, നിന്റെ അച്ഛന് പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയായി. തിങ്കളാഴ്ച ജോയിൻ ചെയ്യും. ST കമ്പനി, മിഠായി കമ്പനിയാ മോളെ. വെറുതെ അച്ഛൻ ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. സമയവും പോകും, കാശും കിട്ടും. ആ ശരി മോളെ, ഓക്കെ ഓക്കെ. സുമമോളാ വിളിച്ചത്. അച്ഛൻ ജോലിക്ക് കയറുന്നെന്ന് പറഞ്ഞപ്പോഴേ അവൾക്കങ്ങ് സന്തോഷമായി. ഇനിയേ മിനിമോളെ കൂടെ വിളിച്ച് പറ. അത് കഴിഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവനും അറിയിക്കും. FBയിലും വാട്സപ്പിലും ഒക്കെ പോസ്റ്റ് ഇടും. എന്നിട്ടൊരു നോട്ടീസ് കൂടെ അടിച്ച് വീട്ടിൻ്റെ മുന്നിൽ ഒട്ടിക്കും. സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലേ മറ്റുള്ളവരോട് പറയുന്നതിൽ എന്താ തെറ്റ്? മിനിമോളെ ഇപ്പം വിളിച്ചാൽ അവൾ എടുക്കത്തില്ല, തിരക്കായിരിക്കും. ഹലോ, ST കമ്പനി മാനേജർ ഹിയർ. ആ, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് സ്വല്പം മാറ്റം വരും. അതെ, പുതിയ പരസ്യം വന്നതിന് ശേഷം മാർക്കറ്റിങ്ങിൽ നല്ല മാറ്റമുണ്ട്. മിഠായിയുടെ ഷേപ്പ് മാറ്റാൻ തൽക്കാലം ഉദ്ദേശമില്ല. കവർ ഡിസൈൻ മാറ്റിയേക്കും. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഓ, മുത്തയ്യത്ത് ഹരീന്ദ്രനാഥ്. അയ്യോ, ശിവശങ്കരല്ലേ? ഇപ്പോൾ നിങ്ങൾ വന്ന കാര്യം പറയൂ. ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വന്നതാ. ഓഹോ, ഇയാൾക്കായിരുന്നു ആ നിയമനം കൊടുത്തത്. പിന്നെ ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത് 9 മണിക്കാണ്. കേട്ടല്ലോ പറഞ്ഞത്? കേട്ടു. ഇവിടെ ഒപ്പിടെ 9 മണി മുതൽ 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. എന്ന് കരുതി 5 മണിക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോൾ 5:30 ആകും, 6 ആകും. രാവിലെ 8:50 ഇവിടെ എത്തണം. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓ, കേൾക്കുന്നുണ്ട്. ഉദ്യോഗ പേര് ക്ലർക്കെന്നാണെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട പല വർക്കുകളും ചെയ്യേണ്ടി വരും. ഡ്യൂട്ടിക്ക് കയറിയാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യമായി വിളിക്കേണ്ടി വന്നാൽ എൻ്റെ അനുവാദം വാങ്ങണം. പിന്നെ നിങ്ങൾക്ക് പകർച്ചവ്യാധികൾ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. നാളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയ്ക്ക് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതാ. ആഫീസ് സ്റ്റാഫിനും വേണോ ഇതൊക്കെ? റൂൾസ് ഒന്നും ചോദിക്കണ്ട. പരിശോധനയ്ക്ക് വരുന്നവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലചൊറിഞ്ഞു നിൽക്കാനേ മാനേജറെ എനിക്ക് കഴിയില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കുക. പണ്ട് ഗവൺമെൻറ് സർവീസിൽ ജോലി തരുന്ന പെരുന്നാട്ടുകാരൻ ശിവശങ്കരനല്ലേ ഇത്? നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കാൻ വന്നതാണോ അതോ എൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നതാണോ? പോയി സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് സൂപ്രണ്ട് രവി സാറിനെ കാണാം. ഡ്യൂട്ടി ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു തരും. ഓ ശരി. ഹലോ രവി സാറേ, ഹരീന്ദ്രനാഥ് എന്നൊരു കക്ഷി ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്. അയാൾ സർവീസിലിരുന്ന കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവരെ വരെ നിർത്തിയ ആളാണ്. ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഇന്ന് അയാളെ കൊണ്ട് കാലി കവറിൽ മിഠായി പാക്ക് ചെയ്യിപ്പിക്കണം. വൈകിട്ട് ലോഡ് പാഴ്സൽ ചെയ്യുന്ന സ്ഥലത്ത് എണ്ണം നോക്കാനും അയാളെ തന്നെ നിർത്തണം. ആദ്യ ദിവസം പരമാവധി ലേറ്റായിട്ട് പോയാൽ മതി അയാൾ. ഓക്കെ സാർ. അയ്യോ, എന്താ മിനിമോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സന്ധിക്ക് വന്നത്? അല്ലേ, അത് കൊള്ളാം. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ വരുന്നതിന് സമയവും കാലവും നോക്കണോ? വാ കയറിയിരിക്കെ. അച്ഛൻ എത്തിയില്ല മോളെ, ഉടനെ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. അതെന്നോടും വിളിച്ചു പറഞ്ഞു. നീ വിളിച്ചായിരുന്നോ? അതെന്താ, എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കുന്നതിന് അമ്മയുടെ അനുവാദം വേണോ? അല്ല, സാധാരണ ഞായറാഴ്ചകളിലല്ലേ നീ വിളിക്കാറുള്ളൂ. എന്ന് കരുതി വിളിക്കേണ്ട കാര്യങ്ങൾക്ക് വിളിച്ചല്ലേ പറ്റൂ. ദേ എത്തി. മോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. എങ്ങനെയുണ്ട് ചേട്ടാ പുതിയ ജോലി? ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ സംസാരിച്ചാൽ മതി. ഞാൻ ചില കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചോട്ടെ? സത്യമേ പറയാവൂ. നിന്നെ മറച്ചു വെക്കേണ്ട ഒരു സംഗതി ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്ത് കാര്യമാണ് മോക്ക് അറിയേണ്ടത്? ചോദിക്ക്. എന്നെയും ചേച്ചിയെയും വിവാഹം കഴിച്ചു വിട്ടതിൻ്റെ സാമ്പത്തിക ബാധ്യത വല്ലതും ഈ വീട്ടിലുണ്ടോ? എന്താ മിനി ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? ചോദിച്ചതിൻ്റെ ഉത്തരം അച്ഛൻ പറയട്ടെ. ഇല്ല മോളെ, ഒരു സാമ്പത്തിക ബാധ്യതയില്ല. ബാങ്ക് ലോൺ വല്ലതും അടച്ചു തീർക്കാനുണ്ടോ? അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ലല്ലോ. സ്വർണം പണയം വെച്ചതിൻ്റെ പലിശക്കാശ് തിരികെ അടയ്ക്കാത്തതിനാൽ സ്വർണം ലേലം ചെയ്യുമെന്ന് അറിയിപ്പ് വല്ലതും വന്നോ?
സ്വർണം ലോക്കറിൽ വെച്ചിരിക്കുക. ശരി, നിങ്ങളിൽ ആർക്കെങ്കിലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നുണ്ടോ? എന്തൊക്കെയാ മിനി നീ ചോദിക്കുന്നത്? ഈശ്വരാനുഗ്രഹത്താൽ ഞങ്ങൾക്കൊരു അസുഖവും ഇല്ല. യാതൊരു സാമ്പത്തിക പ്രശ്നവും ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് അമ്മേ അച്ഛനെ വീണ്ടും ജോലിക്ക് വിട്ടത്? ഓ, അതറിയാനാണോ നീ വളച്ചു കെട്ടി ചോദ്യങ്ങൾ ഉന്നയിച്ചത്? വെറുതെ ഒറ്റയ്ക്കിരുന്നാൽ അച്ഛൻ്റെ ശരീരവും മനസ്സും മരവിക്കും. ഹാ, പേരും പെരുമയുമുള്ള മുത്തയ്യത്ത് തറവാട്ടിലെ റിട്ടയേർഡ് ഗസറ്റഡ് ഓഫീസർ ഹരീന്ദ്രനാഥിന്റെ മനസ്സും ശരീരവും ഒരുപോലെ ഉരുകിയ ദിവസമായിന്ന്. എന്തു പറ്റി ഹരിയേട്ടാ? അച്ഛൻ പറയണ്ട, ഞാൻ പറയാം. അച്ഛന്റെ കീഴ്ജീവനക്കാരനായി പണ്ട് ജോലി ചെയ്തിരുന്ന ആൾ അച്ഛനെ ഭരിച്ചു, അതും ഭരിക്കാവുന്നതിന്റെ പരമാവധി. അമ്മയ്ക്ക് തൃപ്തിയായോ അമ്മേ? മോളെ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അച്ഛാ, എന്നെയും അച്ഛനെയും ഒക്കെ അറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. അറിഞ്ഞപ്പോ തന്നെ ആ സ്ഥാപനത്തിൽ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരുങ്ങിയതാ. പക്ഷേ ഇത്രയും ദൂരം താണ്ടി ഞാൻ എത്തുമ്പോഴേക്കും നേരം വൈകും, കമ്പനി അടച്ചു പൂട്ടും. അച്ഛൻ തുടക്കത്തിലെ ഇഷ്ടക്കേട് തോന്നിയപ്പോ ഇറങ്ങി പോരായിരുന്നില്ലേ? മനസ്സുകൊണ്ട് തീരുമാനിച്ചതാ, പക്ഷെ നടന്നില്ല. നാളെ മുതൽ പോകണ്ട, ആ സ്ഥാപനത്തിൽ എന്നല്ല ഒരിടത്തും പോവണ്ട. കിട്ടിയ ഭാഗ്യങ്ങളിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ കഴിഞ്ഞാ മതി. ഇല്ല മോളെ, പോകുന്നില്ല. പിന്നെ നീ എന്തെങ്കിലും കഴിക്ക്. വേണ്ടച്ചാ, സമയം വൈകുന്നു, ഞാൻ പോട്ടെ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും ചേട്ടാ കൂടുതൽ ജോലി ചെയ്യിച്ചത്. നാളെ മുതൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായാലോ? കേശവൻ കുട്ടിയില്ല വരുന്നത്? എന്താ ഈ സമയത്ത്? നമസ്കാരം. നമസ്കാരം. എന്താ കേശവൻ കുട്ടി? പെൻഷൻ പറ്റിയ വാർത്തയും ഫോട്ടോയും പത്രത്തിൽ കണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം നേരാൻ വന്നതായിരിക്കും അല്ലേ? അതിരിക്കട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? ഓ, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകിട്ട് വായനശാലയിൽ പോകും, അമ്പലത്തിൽ കയറും. ബാക്കി സമയം ഉറക്കം, ടി വി കാണൽ, പത്രവായന. അതുമാത്രം പോരാ. മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറണമെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് കേശവൻകുട്ടി. ജോലിക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെന്ത് പരിപാടി? ഹരിസാറേ, ഈ വീട്ടുപുരയിടമല്ലാതെ ധാരാളം പറമ്പുകൾ വേറെയും സാറിനുണ്ടല്ലോ. മനസ്സിലായി. പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആ പറമ്പുകൾ പല പ്ലോട്ടുകളായി തിരിച്ച് കച്ചവടം ചെയ്തുകൂടെ എന്നല്ലേ? ഒരിക്കലുമല്ല. ദീർഘനാളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന ആ ഭൂമിയിൽ കൃഷി ചെയ്തുകൂടെ എന്ന്. വീട്ടുപറമ്പിൽ ഒരു പുല്ല് നിന്നാൽ പിഴുതു കളയാത്ത ആളാ കൃഷി ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, 1-ാം തരം വാഴവിത്തും 6 മാസം കൊണ്ട് കായ്ഫലം തരുന്ന മരിച്ചീനിക്കമ്പും അതിനൊക്കെ വേണ്ട ജൈവവളവും ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓർഡർ പിടിക്കാൻ വന്നതാ. യശൻകുട്ടി, തൽക്കാലം ഒന്നും വേണ്ട. ഞാൻ കുറച്ച് നാളൊന്ന് വിശ്രമിക്കട്ടെ. ശരി, വിശ്രമിച്ചോ. എന്നേലും ആവശ്യം തോന്നിയാൽ വിളിക്കണം. എൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. ആ നമ്പർ മാറിയിട്ടൊന്നുമില്ലല്ലോ, പഴയ നമ്പറല്ലേ? അതെ, ഒരു മാറ്റവും ഇല്ല. ഈ നാടിൻ്റെ നല്ല നാളെ കൂടി നാം ഓർക്കണം ഹരിസാറേ. മണ്ണിലേക്ക് മടങ്ങണം നാം ഇനി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓ, അവസാനം എല്ലാവരും മണ്ണിലേക്ക് മടങ്ങും. കേശവൻകുട്ടി ചെല്ല്. ചേട്ടാ, മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ഒന്ന് ശ്രമിക്കാൻ ഷാജി സാറിനോടൊന്ന് പറയട്ടെ. ഒരു പറച്ചിലും വേണ്ട. ഞാൻ പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല. ആ ചേട്ടാ, ഷാജി സാറാ. കട്ടി. ഇനിയും വിളിച്ചാൽ കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്ത് പറയണം? ആക്രാന്തം ഇല്ലാതാക്കാൻ മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ 10 ബോട്ടിൽ നിനക്ക് അയച്ചു തരാൻ പറ. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രവീൺ ഘോഷ്, ടെലിഫിലിം ഡയറക്ടറാ. ഇത് പ്രൊഡ്യൂസർ ധർമ്മപാലൻ ചേട്ടൻ. ഹലോ. ഞങ്ങൾ കരക്കാറ്റ് എന്ന പുതിയ ടെലിഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഒരുവിധം പൂർത്തിയാക്കി. 4 കെട്ടുള്ള വീടാ പശ്ചാത്തലം. അത്തരം ഒരു വീട് തിരക്കി പല ഭാഗത്തും പോയിട്ടും കിട്ടിയിട്ടില്ല. ഈ മുത്തയ്യത്ത് വീടിൻ്റെ മുൻഭാഗം ഒന്ന് ഷൂട്ട് ചെയ്യാൻ സാറിൻ്റെ അനുവാദം ചോദിക്കാൻ വന്നതാ. വാടക തരാനും ഞങ്ങൾ തയ്യാറാ.
വാടക കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഈ തറവാടിൻ്റെ മുന്നിൽ വന്നെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിരസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല ഘോഷേ, തറവാട്ട് മഹിമയുള്ളവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ എതിര് പറയത്തേ ഇല്ല. ഞാൻ കലയെയും കലാകാരനെയും സ്നേഹിക്കുന്നവനാ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാനും നാടകത്തിലൊക്കെ വേഷമൊക്കെ ചെയ്തിട്ടുള്ളവനാ. എനിക്ക് സാറിനെ കണ്ടപ്പോഴേ സംശയം തോന്നി. ഒരു അഭിനേതാവിൻ്റെ രൂപഭംഗി സാറിനുണ്ട്. നമ്മുടെ അടുത്ത വർക്കിലെ സാറിന് നല്ലൊരു വേഷം കൊടുക്കണം ചേട്ടാ. അടുത്ത വർക്കിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്തിനാ? ഈ വർക്കിൽ തന്നൂടെ? വാടക കാശൊക്കെ ഞാൻ വേണ്ടെന്ന് വയ്ക്കാം. ഘോഷേ ഇങ്ങ് വന്നേ. ഹരി സാറേ, ഒരു മിനിറ്റ് ഇതാ വരുന്നു. ഘോഷേ, നമ്മുടെ ടെലിഫിലിമിലെ DYSPയുടെ ഒരു വേഷമില്ലേ, അത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറ. അയ്യോ ചേട്ടാ, അതെങ്ങനെ ശരിയാകും? ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്ക്. വള്ളികുന്നത്ത് 4 കെട്ടുള്ള ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ വീട്ടുടമസ്ഥൻ ഒരു ദിവസത്തേക്ക് 5000 രൂപയാ ചോദിച്ചത്. അതെ എന്ന് കരുതി SP വേഷമൊക്കെ കൊടുക്കാമെന്ന് പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. ഞാൻ സംസാരിക്കുന്നത് പിന്താങ്ങിയും എൻ്റെ സംശയങ്ങൾക്ക് അങ്ങേർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്ന രീതിയിലും മറുപടി പറയണം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ഹരി സാറേ, സാറിന് DYSPയുടെ വേഷം ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ ഇക്കാര്യത്തിൽ സംശയിക്കണ്ട. ഈ ശരീരത്തിൽ യൂണിഫോം ഇട്ട് തൊപ്പിയൊക്കെ ധരിച്ചിട്ട് നിന്ന സാക്ഷാൽ SP ആണെന്നേ പറയൂ. ഒരു ഡയറക്ടർ എന്ന നിലയിൽ ചേട്ടനെ വിശ്വാസമില്ലേ? പിന്നെ SP വേഷം എനിക്കിഷ്ടമാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തെ SI പോസ്റ്റിന് ഞാൻ കൊതിച്ചിരുന്നവനാ. അന്ന് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ SP ആയിട്ടേ പെൻഷൻ ആകുമായിരുന്നുള്ളൂ. ഘോഷേ, ഷൂട്ടിംഗ് ചാർട്ടിൽ വ്യത്യാസം വരില്ലേ? അത് വരും. അതിനൊരു കാര്യം ചെയ്യാം. വ്യാഴാഴ്ച 11 മണിക്ക് 4 കെട്ടിൽ വെച്ചുള്ള സീൻ എടുക്കാം. അതൊക്കെ. പക്ഷേ DYSP പ്രതിയെ ചോദ്യം ചെയ്യുന്ന സീൻ എടുക്കണമെങ്കിൽ ഹരി സാറിൻ്റെ സമയം അറിയണ്ടേ? സാറ് ഫ്രീ ആണോന്ന് അറിയാതെ സീൻ ചാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ കഴിഞ്ഞ മാസം 31-ന് വിരമിച്ചു. അന്ന് മുതൽ കംപ്ലീറ്റ് ഫ്രീയാ. നിങ്ങൾ പറയുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പേ ഞാൻ റെഡിയായിരിക്കും. എന്നാ പിന്നെ നാളെ സ്റ്റാർട്ട് ചെയ്തൂടെ? ചെയ്യണം. നാളെ കഴിഞ്ഞാൽ നടി സബിതയെ കിട്ടില്ല. സാറേ, നാളെ തുടങ്ങാം. പക്ഷേ ഷൂട്ട് നടക്കാൻ പോകുന്ന കാര്യം ആരും അറിയരുത്. ഷൂട്ട് സമയത്ത് ആൾക്കാർ തടിച്ചുകൂടിയാലേ ഉദ്ദേശിച്ച സമയത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ മനുഷ്യരോട് ഞാൻ പറയില്ല. അപ്പോൾ ഞങ്ങളെന്നാ? അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അല്ലേ, ഇന്ന് എന്ത് പറ്റി ഹരിയേട്ടാ? ഉറങ്ങിയില്ലയോ? ഇന്ന് ആരാ കാറിൽ ഇവിടെ വന്നത്? അത് താനെങ്ങനെ അറിഞ്ഞു? ആരാ വന്നതെന്ന് പറ. കാറ് വന്ന കാര്യം മാത്രമേ അറിഞ്ഞുള്ളൂ, ബാക്കി കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ ഓഫീസിലെ ഷേർലി ഉച്ചവരെ ലീവായിരുന്നു. അവൾ ഇതിലെ ഒരു വിവാഹത്തിന് പോയപ്പോൾ കാറ് കിടക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. ആരാ ചേട്ടാ വന്നത്? 4 കെട്ടിൻ്റെ മുൻഭാഗം ഷൂട്ട് ചെയ്യാൻ അനുവാദം ചോദിച്ച് വന്നവരാ. കൊടുക്കണ്ട. ഒന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞാൽ അപ്പോഴേ ഞാൻ ഇനി പാർസലങ്ങ് നിർത്തും. ഇടയ്ക്ക് കയറി പറയുന്നത് എൻ്റെ ഒരു ശീലമല്ലയോ ചേട്ടാ? അതെ. എന്നാലും പരമാവധി മിണ്ടാതിരിക്കാൻ ശ്രമിക്കാം. വന്നവരെ സിനിമാ ഷൂട്ടുകാരല്ല, ടെലിഫിലിം ഷൂട്ടുകാരാ. എന്നാലും ഷൂട്ടിംഗ് തന്നെയല്ലേ? കാണാൻ വരുന്നവർ നമ്മുടെ ഈ ചെടികളെല്ലാം ചവിട്ടി നശിപ്പിക്കും. എന്നാ ബാക്കി ഞാൻ പറയുന്നില്ല. അയ്യോ, അറിയാതെ ഇടയ്ക്ക് കയറി പറഞ്ഞു പോയതാ ചേട്ടാ. ഒരു മനുഷ്യന് ഭാഗ്യമേ ഏത് സമയത്ത് ഏത് രൂപത്തിൽ വരുമെന്ന് പറയാനൊക്കത്തില്ല. അല്ലേ, ഷൂട്ടിന്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് ഭാഗ്യത്തിന്റെ കാര്യം പറയുന്നതെന്തിനാ? അവർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞോ? പെൻഷനായിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചോ? എന്നെ കണ്ടാൽ ഒരു നടന്റെ രൂപവും ഭാവവും ഉണ്ടെന്ന്. അയ്യോ എൻ്റെ കരിയേട്ടാ, നിങ്ങളെ സോപ്പിട്ട് നമ്മുടെ വീട് കുറഞ്ഞ വാടക കാശ് തന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള നമ്പറാണിത്. നിങ്ങളെ കണ്ടാൽ ഒരു കലാകാരനാണെന്ന് ലോകത്തൊരു മനുഷ്യനും പറയത്തില്ല. എടോ, താൻ നോക്കുന്ന കണ്ണുകൊണ്ടല്ല അവരെ പോലുള്ളവർ നോക്കുന്നത്. ഓ, നിങ്ങൾക്ക് ക്യാമറ ലുക്ക് ഇല്ലെന്നേ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അവരുടെ ടെലിഫിലിമിൽ എനിക്കൊരു വേഷമുണ്ട്. വേഷമോ? വേണ്ട. ഒരു നടൻ്റെ ഭാര്യയെന്ന് എനിക്ക് അറിയപ്പെടണ്ട. തനിക്ക് അറിയപ്പെടാനല്ല ഞാൻ അഭിനയിക്കാൻ പോകുന്നത്.
നീ തന്നെയല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത് പെൻഷൻ കാലത്ത് ഒരു പണിയും ചെയ്യാതിരുന്നാൽ ശരീരവും മനസ്സും മുരടിച്ചു പോകുമെന്ന്. മുരടിച്ചോട്ടെ, അഭിനയിക്കാൻ പോയി മുരടിപ്പ് മാറ്റണ്ട. അതിരിക്കട്ടെ, കൂടെ അഭിനയിക്കുന്ന നടിയാരാ? വിമലേ, ഞാനേ DOSP വേഷമാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ലവ് സീനും ഡാൻസ് കളിയൊക്കെ ഉള്ള കഥാപാത്രമല്ല ചെയ്യുന്നത്. പ്രതിഫലത്തിന്റെ കാര്യം വല്ലതും സംസാരിച്ചോ? നിങ്ങൾ എത്ര ആവശ്യപ്പെട്ടു? എന്റെ തുടക്കക്കാരൻ പ്രതിഫലം ആദ്യം പറയുന്നത് ശരിയാണോ? എന്നാൽ പിന്നെ 4 കെട്ടിന്റെ വാടക കാശ് കൂട്ടി ചോദിക്കണം. വിമലേ, നീ ഒന്ന് സമാധാനം എന്താ? ഞാൻ ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ ഒന്ന് പറ്റ വെട്ടട്ടെ, SP ലുക്ക് വരട്ടെ. അല്ലെങ്കിൽ എനിക്കുണ്ട്. എന്നാലും ഗോപ, ഈ ഭാഗത്തേക്കുന്ന പൂച്ചട്ടികളെല്ലാം ദൂരെ മാറ്റി വയ്ക്ക്. ചേട്ടാ, അതിൻ്റെ ആവശ്യമുണ്ടോ? ക്യാമറ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്താൽ പൂച്ചട്ടി ഫ്രെയിമിൽ വരത്തില്ല. ക്യാമറ എവിടെ വയ്ക്കണം, എങ്ങനെ വയ്ക്കണമെന്ന് താനെന്നെ പഠിപ്പിക്കണ്ട. പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. 11 മണിയാകുമ്പോൾ സബിത മേഡത്തിന് ഡബ്ബിങ്ങിന് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അവരെ ബുക്ക് ചെയ്തത് താനാണോ? അല്ല, അവരെ എപ്പോൾ വിടണമെന്ന് എനിക്കറിയാം. ഹരിസാർ മേക്കപ്പ് ചെയ്യാൻ പറയട്ടെ? വേണ്ട. ഹലോ, ഷൂട്ടില്ല. ഞാൻ ഡയറക്ടറോട് ചോദിച്ചിട്ട് പറയാം. സാറേ, പോലീസ് സ്റ്റേഷനിൽ പാറാവുകാരനായിട്ട് നിൽക്കാൻ ആർട്ടിസ്റ്റിനെ വേണ്ടേ? ആരാ വിളിച്ചത്? എൻ്റെ അടുത്ത കക്ഷിയാ. ഈ ടെലിഫിലിമിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചോ? കഥ എനിക്കറിയില്ല. ഭാഗ്യം. ഗോവ, ഗേറ്റ് തന്നോട് അടച്ചിടാൻ പറഞ്ഞിട്ട് അടച്ചിടാത്തെന്താ? ദേ ഓരോരുത്തർ വരാൻ തുടങ്ങുന്നു. ഗേറ്റടയ്ക്ക്, എന്നിട്ട് പൂച്ചട്ടി മാറ്റി വയ്ക്ക്. വേഗമാകട്ടെ. ഞാൻ വേറൊരു നിർദ്ദേശം പറയട്ടെ? ഗേറ്റിൻ്റെ മുന്നിൽ ക്യാമറ വയ്ക്കണം. സബിത മേഡം 4 കെട്ടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പൂമുഖത്ത് വന്ന്. താൻ എന്നെ സഹായിക്കാൻ വന്നതാണോ അതോ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വന്നതാണോ? ആ ഗേറ്റ് അടച്ചിട്ട്. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, ഡയലോഗ്. ഇതുവരെയുള്ള അനുഭവങ്ങളുമായി ചേർത്ത് വായിച്ചാൽ അയാൾ എഴുതിയത് സത്യങ്ങൾ മാത്രമാണ് എന്ന് കരുതി അരുന്ധതിക്ക് ഇനിയൊരു മാറ്റം വരില്ലെന്ന് ഉറപ്പിച്ച് പറയാനൊക്കോ? പാപികൾക്ക് നക്ഷത്രങ്ങൾ വഴി കാട്ടാറില്ല മാഷെ. അഥവാ നേരിയ പ്രകാശം ചൊരിഞ്ഞാലും കാർമേഘം വന്ന് മറയ്ക്കും. ഭർത്താവിൻ്റെയും മകൻ്റെയും ചേതനയറ്റ ശരീരങ്ങൾ ചിതയിലേക്കെടുക്കുന്ന രംഗം എൻ്റെ മനസ്സിൽ നിന്ന് വായിക്കാൻ ഏത് ആശ്വാസവാക്കുകൾക്ക് കഴിയും മാഷെ? ഏത് ആശ്വാസവാക്കുകൾക്ക് കഴിയും? ഈ 4 കെട്ടിന്റെ മുന്നിൽ നിന്ന് ഇനി താൻ ഒഴുക്കുന്ന കണ്ണീരിൽ നിയമാക്ഷരങ്ങൾ കുതിരില്ല അരുന്ധതി. അറിയാം മാഷെ, അവാർഡ് ജേതാവായ ഭർത്താവിനെ സ്വീകരണത്തിനായി ആനയിച്ച അതേ വഴിയിലൂടെ കൈവിലങ്ങു അണിഞ്ഞ് ഞാൻ ജീപ്പിൽ കയറണമെന്ന് ഏത് ദൈവത്തിന്റെ കൽപ്പനയാ? ആ ദൈവത്തിന്റെ പേരൊന്ന് പറഞ്ഞതാ മാഷെ. അരുന്ധതി, കട്ട്. ഗുഡ്, വെരി ഗുഡ്. പക്ഷേ എൻ്റെ മീശ ചുരുട്ടി മേലോട്ട് വച്ചപ്പോൾ ഒരു SP ലുക്കായില്ലേ? സാറ് മീശ വിരിച്ച് വെക്കണ്ട. സമയമാകുമ്പോൾ മേക്കപ്പ് തന്നെ അത് ചെയ്തു തരും. ഞാൻ കണ്ണാടി നോക്കി ഒന്ന് ചെയ്ത് നോക്കിയതാ. അടുത്തത് ഇവിടാണോ? അല്ല, മാഞ്ചുവട്ടിൽ 2 കസേരകൾ മാത്രം മതി. വേഗമാകട്ടെ. ടീപ്പയുടെ മുകളിൽ ചായ വയ്ക്കുന്നത് ഓട്ട് ഗ്ലാസ്സിൽ തന്നെ വേണ്ടായോ? എന്ന് തന്നോട് ആര് പറഞ്ഞു? തറവാട്ടുകാരാകുമ്പോൾ ഓട്ട് ഗ്ലാസ് അല്ലേ കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. ഓഹോ, എന്നാ ഓട്ടുരുളിയും ചെമ്പും വാർപ്പും ഒക്കെ പിടിച്ച് മാഞ്ചുവട്ടിൽ കൊണ്ടിട്. ഭംഗി കൂടട്ടെ. ഹലോ. ഇല്ല സുമേ, അച്ഛൻ്റെ ഭാഗം ഷൂട്ടായിട്ടില്ല. SP വേഷത്തിൽ അച്ഛൻ നിൽക്കുന്ന ഫോട്ടോ കിട്ടിയ ഉടനെ അയച്ചു തരാം കേട്ടോ. ഈ ആഴ്ച എന്തായാലും കാണും. ആ ശരി ശരി, ഓക്കെ. ഹരിയേട്ടാ, സുമയാ വിളിച്ചത്. ചേട്ടൻ ടെലിഫിലിമിൽ അഭിനയിക്കുന്ന കാര്യം ഞാൻ FBയിൽ ഇട്ടായിരുന്നു. ഒത്തിരി പേര് ആശംസകൾ എന്നെഴുതി. പക്ഷെ നമ്മുടെ ബന്ധുക്കൾ ലൈക്ക് മാത്രം അടിച്ചു. അത്ര മനസ്സോടെ ആയിരിക്കില്ല ലൈക്ക് അടിച്ചത്. നീ എന്തിനാ FBയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോയത് ആവശ്യമില്ലാതെ? അല്ലേ, അതെന്തൊരു ചോദ്യമാ? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരാ ഇടുന്നത്? ആഹാ, വിമലെ ആദ്യം ഷൂട്ടൊന്ന് കഴിയട്ടെ. ചേട്ടൻ ആ സംവിധായകനെ ഒന്ന് വിളിച്ചേ. ഞാൻ 1-2 തവണ വിളിച്ചതാ, അയാൾ എടുക്കണ്ടേ? എൻ്റെ ഫോണിൽ നിന്ന് ഞാനൊന്ന് വിളിക്കാം. അയ്യോ, അത് വേണ്ട. ചേട്ടൻ്റെ വേഷം എന്നാ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കത്തില്ല. ടെലിഫിലിമിൻ്റെ ആദ്യ പ്രദർശനം എവിടെ വെച്ചാണെന്ന് ചോദിക്കാം. അപാര തലയാ നിനക്ക്. ആ,
ഫോണേ സ്പീക്കറിലിട്. ഹലോ, ഡയറക്ടർ പ്രവീൺ ഘോഷ് അല്ലേ? ആ, പുതിയ ടെലിഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ മുൻപ് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഫോട്ടോയും വിവിധ പോസ്റ്റിലുള്ള നിങ്ങളുടെ ഫോട്ടോകളുമായി ഡയറക്ടർ നേരിൽ വന്ന് കാണണം. ഞാൻ അതിനല്ല വിളിച്ചത്. DYSP ആയിട്ട് അഭിനയിക്കാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന മുത്തയ്യത്ത് ഹരിയുടെ ഭാര്യ വിമലയാ. ഹലോ 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 ചേട്ടാ, കട്ടാക്കി ചേട്ടാ. അവര് ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഇനി വേഷം ചെയ്യാൻ ആര് വന്ന് വിളിച്ചാലും ആദ്യം ഞാനുമായി ബന്ധപ്പെടാൻ പറയണം. അതിനാ പ്രതിഫല തുകയുടെ കാര്യവും അഡ്വാൻസ് തുകയുടെ കാര്യവും ഞാൻ സംസാരിച്ചോളാം. വാ മോളെ. ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. എന്താ അമ്മേ, എന്നെയും ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? നീ അധികം പരിഹസിക്കണ്ട. നിന്റെ അച്ഛന് ഈ ഭാഗ്യമൊക്കെ വരാൻ അടിസ്ഥാനപരമായി 2 കാരണങ്ങളുണ്ട്. അത് നിനക്കറിയാമോ? ഒന്ന് എനിക്കറിയാം. പെൻഷനായ ശേഷം അച്ഛൻ ഒരു സമാധാനവും അമ്മ കൊടുത്തിട്ടില്ല. ശരീരവും മനസ്സും മുരടിക്കുമെന്നും പറഞ്ഞ് അച്ഛനെ മിഠായി കമ്പനി വരെ പറഞ്ഞു വിട്ടു. നീ അധികം പരിഹസിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ 4 കെട്ട് പൊളിച്ചു കളഞ്ഞ് ഇരുനില വീട് വെക്കണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവരാ നീയും നിന്റെ ചേച്ചിയും. അന്ന് ഞാൻ എതിർത്തത് കൊണ്ട് 4 കെട്ട് പൊളിച്ചില്ല. പൊളിച്ചിരുന്നെങ്കിൽ അച്ഛന് ടെലിഫിലിമിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുമായിരുന്നോ? ഹേയ്, ഒരിക്കലും കിട്ടത്തില്ല. ഇനി ഭാഗ്യം വന്നതിന്റെ 2ാമത്തെ കാരണം പറഞ്ഞാട്ടെ. നടന്റെ ധർമ്മപത്നി. 56 വയസ്സ് കഴിഞ്ഞാലേ ഈ മനുഷ്യന് വിപരീത രാജയോഗം ഉണ്ടാകുമെന്നും കീർത്തിയും ധനവും വന്നു ചേരുമെന്നും ജാതകത്തിലുണ്ട്. അതാ 2ാമത്തെ കാര്യം. അത് ശരി. എന്തോ ആയാലും ആ ജാതകം കളയണ്ട, പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്ക്. അച്ഛാ, ഷൂട്ടിംഗ് തീയതി അവര് വിളിച്ചു പറഞ്ഞോ? അവര് ഈ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. എടുത്താലും ഫലമില്ല. അശുഭ വർത്തമാനം പറയാതെ. ദേ, ഈ വാട്സാപ്പിൽ കാണുന്ന ഫോട്ടോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അശുഭ വർത്തമാനമാണോന്ന് തീരുമാനിക്കും. DYSPയുടെ വേഷത്തിൽ നിൽക്കുന്നയാളിനെ അമ്മയ്ക്ക് മനസ്സിലായോ? ST കമ്പനി മാനേജർ പെരിനാട് ശിവശങ്കരൻ. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആശ അയച്ചു തന്നതാ. കേട്ടോ, ആ പ്രൊഡ്യൂസർ ധർമ്മകാലന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നേ. ഇനി എന്തിനാ വിളിക്കുന്നത്? ഈ 4 കെട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തതിന്റെ വാടക കിട്ടണം. കിട്ടിയേ തീരൂ. ആരെയും വിളിക്കണ്ട. എന്റെ ഫോണിങ് എടുത്ത് എനിക്ക് മറ്റൊരാളെ വിളിക്കണം. ആർക്ക് വിളിക്കാനാ? എടുക്കടോ. കേശവൻകുട്ടി, ഹരിയ, താൻ കുറെ വാഴത്തൈകളും മരിച്ചിനിക്കമ്പും വേണോന്ന് ചോദിച്ചില്ലായിരുന്നോ? വേണം, ഇന്ന് തന്നെ എത്തിക്ക്. ശരി ശരി. അച്ഛൻ കൃഷി തുടങ്ങാൻ പ്ലാൻ ഇട്ടല്ലേ? അതേ മോളെ, എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ തറവാടിൻ്റെ ഭൂമുഖത്ത് ചാരുകസയിൽ കിടന്ന് സുഖിച്ചവരല്ല. അവർ പണി ചെയ്യിപ്പിക്കുകയും പണിക്കാരോടൊപ്പം ഇറങ്ങി അധ്വാനിക്കുകയും ചെയ്തവർ. അത്യാവശ്യം കൃഷിക്കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും തൻ്റെടവും എനിക്കുണ്ടെന്ന് കരുതിക്കോ. അമ്മേ, അച്ഛൻ കൃഷിക്കിറങ്ങിയ ശരീരവും മനസ്സും മുരടിക്കുവോ? മതിയടി, നിർത്ത്. പിന്നൊരു കാര്യം ഞാൻ പറയാം. വാഴക്കുലയും മരച്ചീനിയും വിപണിയിലേ കൊടുക്കാവൂ. ചെറിയ കടകളിൽ കൊടുത്താൽ വില കിട്ടത്തില്ല. അതെന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും കർഷകനാ. അമ്മ, സമയം കളയാതെ അച്ഛൻ കൃഷി തുടങ്ങുന്ന കാര്യം FB-യിലിട്. ഇവൾ FB-യിൽ ഇട്ടില്ലെങ്കിലും കർഷകരെയും ജവാന്മാരെയും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ സമൂഹത്തിൽ ഉണ്ട് മോളെ. സ്വൽപ്പം വൈകിയെങ്കിലും സ്വന്തം മണ്ണിൽ സ്വയം അധ്വാനിക്കാൻ തോന്നിയ അച്ഛൻ്റെ തൻ്റെടത്തിൻ്റെ തലപ്പാവിനു മുന്നിൽ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഇത് മറ്റുള്ളവർ ഒരു മാതൃകയാക്കട്ടെ. അച്ഛാ, ഹാപ്പി ന്യൂ ഇയർ. വിപരീത രാജയോഗം നാടകം സമാപിച്ചു. രചന വടക്കുംതല ശ്രീകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഹരി തിരുമല രാമചന്ദ്രൻ, വിമല ഉഷ കരുനാഗപ്പള്ളി, ശിവശങ്കരൻ ബേബൻ കൈമാപ്പറമ്പൻ, മിനി ജയപ്രിയ ഉണ്ണികൃഷ്ണൻ, കേശവൻകുട്ടി ബിജു കല്ലുവാതുക്കൽ, പ്രവീൺ ഘോഷ് തെങ്ങുംകോട് മോഹനൻ, ധർമ്മപാലൻ അമ്പൂരി ജയൻ, ഗോപൻ സജികുമാർ വെങ്ങാനൂർ, സബിത സെവിൽ ജിഹാൻ, ദേവനാഥൻ അനന്തു എസ്. സംവിധാനം റൂബി ബാബു. സംവിധാന സഹായം N. സുനിത.